നമസ്കാരം. സ്റ്റാൻഡേർഡ് 5 ചാപ്റ്റർ 8 ന്യൂ ഓർലാൻഡ് 5ാം ക്ലാസ്സിലെ 8ാമത്തെ അധ്യായം നാടറിയാം എന്ന പാഠഭാഗത്തിലെ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. കഴിഞ്ഞ ദിവസം കുറച്ച് ചോദ്യങ്ങൾ നമ്മൾ പഠിച്ചിരുന്നു. എല്ലാ കൂട്ടുകാരും അത് എഴുതിയെടുത്ത് പഠിച്ചു കാണുമെന്ന് വിചാരിക്കുന്നു. ബാക്കി ഭാഗം തുടർന്ന് ശ്രദ്ധയോടെ കേൾക്കുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ സോഴ്സസ് ഓഫ് വാട്ടർ ഓൺ എർത്ത്? ഭൂമിയിലെ വെള്ളത്തിൻ്റെ സ്രോതസ്സുകൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. റിവേഴ്സ്, സ്പ്രിങ്സ്, ലേക്സ്, പോൺസ്, സ്ട്രീംസ്, വെൽസ് എക്സെട്ര. അതായത് നദികൾ, അരുവികൾ, തടാകങ്ങൾ, കുളങ്ങൾ, കായലുകൾ, അതുപോലെ തന്നെ കിണറുകൾ ഒക്കെ നമ്മുടെ ഭൂമിയിലെ വെള്ളത്തിൻ്റെ സ്രോതസ്സുകളാണ്. നമ്പർ ഓഫ് റിവേഴ്സ് ഇൻ കേരള. കേരളത്തിലെ നദികളുടെ എണ്ണം 44. നമ്പർ ഓഫ് റിവേഴ്സ് ഫ്ലോയിങ് ഈസ്റ്റ്. കിഴക്കോട്ട് ഒഴുകുന്ന നദികളുടെ എണ്ണം 3. നമ്പർ ഓഫ് റിവേഴ്സ് ഫ്ലോയിങ് വെസ്റ്റ്. പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികളുടെ എണ്ണം 41. മെനി ഓഫ് ദ റിവേഴ്സ് ഇൻ കേരള ഡ്രൈ അപ്പ് വെൻ ദ റെയിനി സീസൺസ് ആർ ഓവർ. മഴക്കാലം കഴിയുമ്പോഴേക്കും കേരളത്തിലെ നദികളെല്ലാം വറ്റി വരളാൻ കാരണം എന്താണ്? റിവേഴ്സ് ഇൻ കേരള ഡ്രൈ അപ്പ് ആഫ്റ്റർ ദ റെയിനി സീസൺസ് ഡ്യൂ ടു സീസണൽ റെയിൻഫോൾ ഡിപ്പെൻഡൻസ്. അതായത് കാലമനുസരിച്ചുള്ള മഴയെ ആശ്രയിക്കുന്നതാണ് ഒരു കാരണം. സ്മോൾ കാച്ച്മെൻറ്റ് ഏരിയാസ്. കുറച്ച് ഭാഗത്ത് മാത്രമുള്ള കാലാവസ്ഥാ മാറ്റങ്ങൾ. ഡീഫോറസ്റ്റേഷൻ, വനവൽക്കരണം. അതുപോലെ തന്നെ സാൻഡ് മൈനിങ്, ഖനനം. ക്ലൈമറ്റ് ചേഞ്ച്, കാലാവസ്ഥയിലെ മാറ്റം. ഓവർ യൂസ്, അമിതമായ പലതിൻ്റെയും ഉപയോഗം. ഇതൊക്കെയാണ് കേരളത്തിലെ നദികൾ വറ്റി വരളാൻ കാരണം. വാട്ട് ആർ ദ മെത്തേഡ്സ് ഓഫ് വാട്ടർ കൺസർവേഷൻ? എങ്ങനെയാണ് നമുക്ക് വെള്ളത്തെ സംരക്ഷിക്കാൻ പറ്റുക? റെയിൻ പിറ്റ്സ്, മഴക്കുഴികളെ. റെയിൻ വാട്ടർ ഹാർവസ്റ്റിംഗ്, മഴവെള്ള സംഭരണി. ബൺസ്, അതുപോലെ മൾച്ചിങ്, പുതയിടൽ, ബണ്ടുകൾ കെട്ടുക. ഇതിങ്ങനെയൊക്കെ നമുക്ക് മഴവെള്ളത്തിനെ സംരക്ഷിക്കുവാൻ സാധിക്കും. അണ്ടർ വാട്ട് കണ്ടീഷൻസ് ഡു വാട്ടർ സോഴ്സസ് ബിക്കം പൊല്യൂട്ടഡ്? എങ്ങനെയാണ് നമ്മളുടെ വെള്ളം മലിനമാക്കപ്പെടുന്നത്? ഏതൊക്കെ സാഹചര്യത്തിൽ? അഗ്രികൾച്ചറൽ റൺ ഓഫ്, ഇൻഡസ്ട്രിയൽ വേസ്റ്റ് വാട്ടർ, കൃഷി ചെയ്യുമ്പോൾ ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ അതായത് അശാസ്ത്രീയമായ കൃഷി രീതികൾ. അതുപോലെ ഇൻഡസ്ട്രിയൽ വേസ്റ്റ് വാട്ടർ, വ്യവസായത്തിലൂടെ വരുന്ന വേസ്റ്റ് വാട്ടർ, മലിനജലം. ഓയിൽ സ്പിൽസ്, മലിനമായ എണ്ണ ഖനികളുടെയൊക്കെ മാലിന്യങ്ങൾ. മൈനിങ് ആക്ടിവിറ്റീസ്, ഖനന പ്രവർത്തികൾ. ഡീഫോറസ്റ്റേഷൻ, ഓവർ യൂസ് ഓഫ് പ്ലാസ്റ്റിക്സ്, പ്ലാസ്റ്റിക്കിൻ്റെ അമിതമായ ഉപയോഗം. ഇങ്ങനെയൊക്കെയാണ് നമ്മളുടെ വാട്ടർ സോഴ്സസ് പെട്ടെന്ന്, അതായത് നമ്മുടെ ജല സ്രോതസ്സുകൾ പെട്ടെന്ന് മലിനമാകാൻ കാരണം ഇതൊക്കെയാണ്. വാട്ട് ആർ ദ സ്കീംസ് ഇംപ്ലിമെൻറ്റഡ് ബൈ ദ ഗവൺമെൻറ് ടു പ്രൊട്ടക്റ്റ് വാട്ടർ സോഴ്സസ്? ഈ ജലസ്രോതസ്സുകളെ സംരക്ഷിക്കാൻ ഗവൺമെൻറ് എന്തെല്ലാം ചെയ്യുന്നുണ്ട്? അതിലെ ഓരോ പദ്ധതികളാണ്, പ്രോജക്റ്റാണ് പറയുന്നത്. അതിൻ്റെ നടത്തിപ്പുകാരും ആരാണെന്ന്, മിഷൻസ് ഏതൊക്കെയാണെന്നും പറയുന്നുണ്ട്. ഇനി ഞാൻ ഒഴുകട്ടെ, ഹരിത കേരളം മിഷൻ. മാലിന്യമുക്തം നവകേരളം, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ലോക്കൽ സെൽഫ് ഗവൺമെൻറ്. തെളിനീരൊഴുകും നവകേരളം, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ലോക്കൽ സെൽഫ് ഗവൺമെൻറ്. ജൽ ജീവൻ മിഷൻ, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. ഇത്രയും 4 പ്രോജക്റ്റുകളുണ്ട്. ഈ 4 പ്രോജക്റ്റുകൾ നടത്തുന്ന മിഷനെക്കുറിച്ചും ഇവിടെ പരാമർശിക്കുന്നുണ്ട്. ചിലതൊക്കെ ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റാണ്, അതായത് പഞ്ചായത്ത് അല്ലെ മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ കോർപ്പറേഷൻ നടത്തുന്നു. മറ്റത് ഹരിത കേരളം മിഷൻ നടത്തുന്നുണ്ട്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യയും നേരിട്ട് നടത്തുന്നുണ്ട്. വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് അഗ്രികൾച്ചർ? കൃഷിയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്? ടോപ്പോഗ്രഫി, ഭൂപ്രകൃതി. ക്ലൈമറ്റ്, കാലാവസ്ഥ. സോയിൽ, മണ്ണ്. ഇറിഗേഷൻ ഫെസിലിറ്റീസ്, ജലസേചന സൗകര്യങ്ങൾ. ആൾട്ടിറ്റ്യൂഡ് ഫ്രം സീ ലെവൽ, കടലിൽ നിന്നുള്ള ഉയരത്തിൻ്റെ അടിസ്ഥാനത്തിൽ. ഇതൊക്കെയാണ് നമ്മുടെ കൃഷിയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ. വാട്ട് ആർ ദ മേജർ അഗ്രികൾച്ചറൽ ക്രോപ്സ് ഇൻ ഹൈലാൻഡ്സ്, മിഡ്ലാൻഡ് ആൻഡ് കോസ്റ്റൽ ഏരിയ? ഹൈലാൻഡിലെയും മിഡ്ലാൻഡിലെയും കോസ്റ്റൽ ഏരിയയിലെയും വിളകൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഹൈലാൻഡിൽ ടീ, കാർഡമം, പെപ്പർ, കോഫി. ഹൈലാൻഡിലെ പ്രധാന വിളകളാണ് തേയില, ഏലം, കുരുമുളക്, കാപ്പി. മിഡ്ലാൻഡിലെ ടപ്പിയോക്ക, കൊളോക്കേഷ്യ, യാംസ്, ബനാന, റബ്ബർ. അതായത് കപ്പ,
കൊളോക്കേഷ്യ, യാംസ്, ചേന, ബനാന, അതുപോലെ റബ്ബർ, ഇതൊക്കെയാണ് ഏത്തപ്പഴം, ഇതൊക്കെയാണ് മിഡ്ലാൻഡിലെ പ്രധാന വിളകൾ. വെയർ ഈസ് മോസ്റ്റ് റബ്ബർ ഈസ് കൾട്ടിവേറ്റഡ് ഇൻ ഇന്ത്യ? ഇന്ത്യയിൽ കൂടുതലായിട്ട് റബ്ബർ കൃഷി ചെയ്യുന്ന സ്ഥലം ഏതാണ്? കേരള. വാട്ട് ഫാക്ടേഴ്സ് മസ്റ്റ് കം ടുഗദർ ടു അഗ്രികൾച്ചറൽ പ്രോസ്പെരിറ്റി? കൃഷിക്ക് കൂടുതൽ അഗ്രികൾച്ചർ പ്രോസ്പെരിറ്റി ഉണ്ടാക്കി കൊടുക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ്? ഫേവറബിൾ ട്രോപ്പോഗ്രഫി, അതായത് അനുയോജ്യമായ ഭൂപ്രകൃതി, ഫെർട്ടൈൽ സോയിൽ, ഫലപുഷ്ടിയായ മണ്ണ്, പ്രിവെയിലിംഗ് ക്ലൈമറ്റ്, നിലവിലെ കാലാവസ്ഥ, അവൈലബിൾ റെയിൻഫോൾ, ലഭ്യമാകുന്ന മഴ, ഇതൊക്കെയാണ് കൃഷിയുടെ പ്രോസ്പെരിറ്റിയെ കൂടുതൽ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ. റൈറ്റ് എക്സാമ്പിൾസ് ഓഫ് ഫെസ്റ്റിവൽസ് റൈസ്ഡ് ടു ടോപ്പോഗ്രഫി. ഭൂപ്രകൃതിയുമായി ബന്ധപ്പെട്ട ആഘോഷങ്ങൾ, ഉത്സവങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചിരിക്കുന്നു. ഓണം, വിഷു, ബോട്ട് റൈസസ്, ബുൾ റൈസസ്. ഓണമുണ്ട്, വിഷുവുണ്ട്, അതുപോലെ വള്ളം കളി മത്സരം, കാളപൂട്ട് മത്സരം. വാട്ട് ആർ ദ മെയിൻ ഒക്കുപ്പേഷൻസ് ഇൻ ഹൈലാൻഡിലെ പ്രധാന തൊഴിലുകൾ ഏതൊക്കെയാണ്? ടീ, റബ്ബർ, കോഫി. തേയില, റബ്ബർ, കോഫി. വാട്ട് ആർ ദ മെയിൻ ഒക്കുപ്പേഷൻസ് ഇൻ മിഡ്ലാൻഡിലെ തൊഴിലുകൾ ഏതൊക്കെയാണ്? പാഡി, കോക്കനട്ട്, റബ്ബർ. നെല്ല്, തെങ്ങ്, റബ്ബർ. വാട്ട് ആർ ദ മെയിൻ ഒക്കുപ്പേഷൻസ് ഇൻ കോസ്റ്റൽ ഏരിയ? കോസ്റ്റൽ ഏരിയയിലെ പ്രധാന തൊഴിലുകൾ ഏതൊക്കെയാണ്? ഫിഷ് ഫാമിംഗ്, പാഡി. മത്സ്യബന്ധനവും നെൽകൃഷിയും. വാട്ട് ആർ ദ നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് ദാറ്റ് ആർ ഡേഞ്ചറസ് ടു ലൈഫ്? നമ്മുടെ ജീവിതത്തെ വളരെയധികം സ്വാധീനിക്കുന്ന മറ്റ് പ്രകൃതി ദുരന്തങ്ങൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. സൈക്ലോൺ, വൈൽഡ് ഫയർ, ചുഴലിക്കാറ്റുണ്ട്, അതുപോലെ വനത്തിലെ കാട്ടുതീയുണ്ട്, അതുപോലെ സുനാമി, മറ്റ് ഫ്ലഡ്, വെള്ളപ്പൊക്കം, സുനാമി, വൈൽഡ് ഫയർ, കാട്ടുതീ, ഡ്രോട്ട് വരൾച്ച. ഇതൊക്കെ നമ്മളെ ബാധിക്കുന്ന പ്രകൃതി ദുരന്തങ്ങൾ ആണ്. വാട്ട് ആർ നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ്? നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് ആർ നാച്ചുറൽ ഫിനോമിന ദാറ്റ് എൻഡേഞ്ചർ ലൈഫ്, പ്രോപ്പർട്ടി ആൻഡ് എൻവയൺമെൻറ്റ്. പ്രകൃതി ദുരന്തം എന്ന് പറഞ്ഞാൽ അതൊരു പ്രകൃതിയിലുള്ള ഒരു പ്രതിഭാസമാണ്. എങ്ങനത്തെ? ജീവിതത്തെയും നമ്മുടെ സ്വത്തിനെയും നമ്മുടെ ചുറ്റുപാടിനെയൊക്കെ ഇല്ലാതാക്കുന്ന ഒരവസ്ഥയ്ക്കാണ് നമ്മൾ നാച്ചുറൽ ഡിസാസ്റ്റർ എന്ന് പറയുന്നത്. ഹൗ ഡിഡ് വി മാനേജ് ടു റെഡ്യൂസ് ദ ഇൻറ്റൻസിറ്റി ഓഫ് ബിഗ് ഫ്ലഡ് ഇൻ 2018? 2018 വെള്ളപ്പൊക്കത്തിൻ്റെ തീവ്രത എങ്ങനെയാണ് കുറച്ചത്? നമ്മൾ എന്തെല്ലാം ചെയ്തു? ആസ് എ റിസൾട്ട് ഓഫ് ദ ജോയിൻറ്റ് എഫേർട്സ് ഓഫ് വേരിയസ് ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ്സ്, വോളണ്ടറി ഓർഗനൈസേഷൻസ്, ദ യൂത്ത്, traders and fishermen, the severity of this major natural disaster has been mitigated. എങ്ങനെയാണ് നമ്മളിൻ്റെ തീവ്രത കുറച്ചത്? ഇന്ത്യ ഗവൺമെൻറ്റും അതുപോലെ തന്നെ പല സംഘടനകളെ, യുവ സംഘടനകളെ, കച്ചവട സംഘങ്ങളെ, അതുപോലെ തന്നെ മത്സ്യബന്ധനത്തിൽ ഏർപ്പെട്ടിരുന്ന ആൾക്കാരെ ഒക്കെ സഹകരിച്ചാണ് 2018 ആ നാച്ചുറൽ ഡിസാസ്റ്ററിനെ, ഫ്ലഡ് എന്ന വെള്ളപ്പൊക്കം എന്ന പ്രകൃതി ദുരന്തത്തെ നമ്മൾ നേരിട്ടത്. ഹൗ ടു മേക്ക് പ്രീ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് മെഷേഴ്സ്? എങ്ങനെയാണ് പ്രീ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് മെഷേഴ്സ് ഉണ്ടാക്കുന്നത്? അതായത് ഒരു ദുരന്തം ഉണ്ടാകുന്നതിന് മുമ്പ് നമുക്ക് എന്തെല്ലാം ചെയ്യാൻ സാധിക്കും? ആൻറ്റിസിപ്പേറ്റ് സർട്ടൻ ഡിസാസ്റ്റേഴ്സ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് മോഡേൺ ടെക്നോളജി. അതിനെ രീതിയിലൂടെ നമുക്ക് മുൻകൂട്ടി അറിയാൻ സാധിക്കുക. ഇൻ ഡിസാസ്റ്റർ പ്രോൺ ഏരിയാസ്, ഇഷ്യൂ വാർണിംഗ്സ് ആൻഡ് ടേക്ക് സ്റ്റെപ്സ് ടു ക്രിയേറ്റ് അവെയർനെസ് ആൻഡ് ഇവാക്വേറ്റ് പീപ്പിൾ. അതുപോലെ ഏത് സ്ഥലത്താണോ ദുരിതം ഉണ്ടാവുന്നത് അത് മനസ്സിലാക്കി അവർക്ക് മുന്നറിയിപ്പുകൾ കൊടുക്കുക, വേണ്ട നടപടികളെടുക്കുക, അവർക്കതിനെക്കുറിച്ചുള്ള അവബോധം ജനങ്ങൾക്ക് കൊടുക്കാം. ഇതൊക്കെയാണ് പ്രീ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് മെഷേഴ്സ്. ഇനി ചോദിച്ചേക്കുന്നത് ഹൗ ടു മേക്ക് റെസ്ക്യൂ ഓപ്പറേഷൻസ് ഡ്യൂറിങ് ഡിസാസ്റ്റേഴ്സ്. ആ സമയത്ത് ദുരന്തങ്ങൾ നടക്കുന്ന സമയത്ത് എന്തൊക്കെ ചെയ്യാൻ കഴിയും? എൻഷുർ നെസസറി മെഷേഴ്സ് ഫോർ ദ റെസ്ക്യൂ ഓപ്പറേഷൻസ്. അതായത് ദുരന്ത നിവാരണ പരിപാടികൾ നമുക്ക് ചെയ്യുക. സെറ്റ് റിലീഫ് ക്യാമ്പ്സ്, ദുരിതാശ്വാസ കേന്ദ്രങ്ങൾ തുറക്കുക. പ്ലാൻ ഫോർ ദ പ്രൊവിഷൻ ഓഫ് ഫുഡ്, അവർക്കതിന് ആഹാരം കൊടുക്കുക.
ക്ലോത്തിങ് വസ്ത്രം, ഷെൽട്ടർ അഭയം, ആൻഡ് മെഡിക്കൽ കെയർ അതുപോലെ ആരോഗ്യ സംരക്ഷണം ഇതൊക്കെ ആ സമയത്ത് നടപ്പാക്കുക. ഹൗ ടു മേക്ക് പോസ്റ്റ് ഡിസാസ്റ്റർ റീഹാബിലിറ്റേഷൻ, ഒരു ദുരന്തം കഴിഞ്ഞതിന് ശേഷം എന്തൊക്കെ ചെയ്യാം. റീഹാബിലേറ്റ്സ് ദ ഡിസാസ്റ്റർ വിക്ടിംസ്, അവരെ നമ്മൾ സാന്ത്വനിപ്പിക്കുക, അതിന് ഇരകളായ അതിന് ആ ദുരന്തത്തെ നേരിട്ട മനുഷ്യരെ നമ്മൾ സാന്ത്വനിപ്പിക്കുക. ടേക്ക് സ്റ്റെപ്സ് ടു മാനേജ് സിറ്റുവേഷൻസ് ഓഫ് ഡിസാസ്റ്റർ ഇൻ ഫ്യൂച്ചർ, ഭാവിയിലൊരു ദുരന്തത്തെ എങ്ങനെ നേരിടാമെന്നവർക്ക് വേണ്ട നടപടികൾ അതിൻ്റെ ഉള്ള കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ഇത്രയുമാണ് ഒരു ദുരന്തം ഉണ്ടാക്കുമ്പോൾ ഉണ്ടാകുന്ന എടുക്കാവുന്ന മുമ്പെടുക്കാവുന്നതും ആ സമയത്തെടുക്കാവുന്നതും ശേഷം എടുക്കാവുന്നതായ നടപടികൾ. അപ്പോൾ ഈ പാഠഭാഗത്തിലെ എല്ലാ ചോദ്യോത്തരങ്ങളും കൂട്ടുകാർക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ചോദ്യോത്തരങ്ങൾ എഴുതിയെടുത്ത് നന്നായിട്ട് പഠിക്കുക.